നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, ആദ്യമായി കമൽ റോയ്, സിനിമാ നടൻ കമൽ റോയ് അന്തരിച്ചു. അദ്ദേഹത്തെ ആത്മാവിന് നിത്യശാന്തി നേർന്നുള്ളൂ. ഉർവശിയുടെയും കൽപ്പനയുടെയൊക്കെ കലാരഞ്ജിയുടെയൊക്കെ സഹോദരനാണ്. ഭാര്യ ഒരു കുട്ടിയുമുണ്ട്. ബഹുമാനി, ഇപ്പോൾ വെള്ളാപ്പള്ളി സുകുമാരൻ നായർ കൂട്ടുകെട്ടിനെ കുറിച്ചാണല്ലോ ചർച്ച. അതിലെ ഉപബലമായിട്ട് പലതും വരുന്നുണ്ടെങ്കിലും മെയിനായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഞാനൊരു ഭരതരൂപയുടെ കാര്യം പറയാം. ഞാൻ എറണാകുളം ആലുവയുടെ ചെമ്പറക്കിയാണ് എൻ്റെ ജന്മനാട്. അവിടുത്തെ ഒരു പള്ളിയിലാണ് എൻ്റെയൊക്കെ. അപ്പോൾ അവിടെ ഈ മൗലിമാർക്ക് ചെലവ് കൊടുക്കുമ്പോൾ ഓരോ വീട്ടുകാരും 1 ദിവസം 2 ദിവസം 3 ദിവസം അങ്ങനെ കൊടുക്കുന്നത്. ഗ്രാമമായതുകൊണ്ട് ഹോട്ടൽ പക്ഷെ കുറവ്. പണ്ടായി 10-30 വർഷം മുകളിൽ കാര്യമാണ്. അപ്പോൾ ഒരു ചെന്നപ്പോൾ വൈഫ് പറഞ്ഞ്, അപ്പോൾ മോഡേൺ ബ്രെഡും ഏത്തപ്പഴം പുഴിയതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. മോഡേൺ ബ്രെഡ് കൊടുത്തപ്പോൾ അത് കഴിക്കാതെ മടക്കി കൊണ്ടുവന്നു. എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല തോന്നി. ഞാൻ വൈകിട്ട് എറണാകുളത്ത് ഓഫീസിൽ വൈകിട്ട് ചെന്നപ്പോൾ വൈഫ് ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചെന്ന് മുസ്ലിയാരെ കണ്ട്. എന്താ മുസ്ലിയാർ മോഡേൺ ബ്രെഡ് കഴിക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മോഡേൺ ബ്രെഡ് ഉണ്ടാക്കുന്ന എടുപ്പിൽ മോഡേൺ ബ്രെഡ് ഫാക്ടറി അത് കൂത്താട്ട് കൊടുത്തുള്ള ലോറി മോഡേൺ ബ്രെഡ് ഓഫീസിലേക്ക് കമ്പനിയിൽ കയറിപ്പോയി. കൂത്താട്ടത്ത് ഉണ്ടാക്കുന്ന ബേക്കൺ ഫാക്ടറിയാണുള്ളത്. പന്നി ഉൽപ്പന്നങ്ങളാണല്ലോ. അപ്പോൾ വന്ന് ഈ ജഗത്ത് ഉണ്ടാക്കുന്നതായിരിക്കുമെന്ന സംശയത്തിൻ്റെ പേരാണ് കഴിക്കാത്തതെന്ന്. അപ്പോൾ നമുക്കൊന്നും അറിയണമല്ലോ. പിറ്റേന്ന് രാവിലെ ഞാൻ എറണാകുളം ഓഫീസിൽ വരുമ്പോൾ എടപ്പള്ളി ഇറങ്ങി. അവിടെ ചീഫ് കെമിസ്ട്രിയുടെ ഒരാളാണ്. അത് എറണാകുളത്ത് പയ്യാണ്. എനിക്കറിയാം, എൻ്റെ സുഹൃത്താണ്. ഞാൻ പൈസാറ് കണ്ടു ചോദിച്ചു, സാർ ഇങ്ങനൊരു സംഭവം കേൾക്കേണ്ടത്, അതേക്കുറിച്ച് എന്താണ്? അപ്പോൾ അദ്ദേഹം, പൊന്നുഷാ സാറേ, നിങ്ങൾക്ക് പന്നിമാംസം മാത്രമല്ലേ നിഷിദ്ധമുള്ളൂ, പന്നിയുടെ നെയ്യല്ലേ, ഞങ്ങൾക്ക് ഒരുവിധം മൃഗക്കൊഴുപ്പ് കഴിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു പോലെയാണ്. ഈ വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും അല്ലെങ്കിൽ ദളിതുകൾക്കൊക്കെ യോജിക്കണമെങ്കിൽ ഒരുപടി കടമ്പകൾ കടക്കേണ്ടി വരും. ഒരുപടി മാനസിക തയ്യാറെടുപ്പണം. ഈ വെള്ളാപ്പള്ളിയുടെ ഈ മുക്കാക്കാശ തയ്യാറെടുപ്പൊന്നും പോരാ. ഇതിന് വളരെ വർഷങ്ങൾ വേണ്ട തയ്യാറെടുപ്പണം. അതൊന്നും തൽക്കാൻ നടക്കില്ലെന്ന് മാത്രമല്ല, അത് യോജിക്കാനും സാധ്യതയില്ല. പിന്നെ അതേക്കുറിച്ച് പറയുമ്പോൾ ഈ സജി ചെറിയാൻ, അതായത് അർഹതയില്ലാതെ കിട്ടിയ അധികാരം, അതൊക്കെ ചില പ്രാസം ഒപ്പിച്ച് കിട്ടിയപ്പോഴും ഉണ്ടായി കൊടുത്ത അധികാരമാണ് മന്ത്രിസ്ഥാനമൊക്കെ. ആ സിനിമാ ഫീൽഡിലേക്ക് നിർത്തി എത്രമാത്രം ആരോപണമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ മലപ്പുറത്തെ കാര്യമൊക്കെ, അതൊക്കെ പത്രക്കാരും അല്ലെങ്കിൽ മലപ്പുറത്തെ ജീവക്കാരും മറ്റും പറഞ്ഞ അദ്ദേഹത്തെ തൊലി ഉരിയത്, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ വിഷയം എന്താ വെച്ചാൽ, പണ്ടൊരു ദളിത് യുവാവും അവിടുത്തെ ജന്മിയും തമ്മിൽ തർക്കമുണ്ടായി. അപ്പോൾ ജന്മിയെ കുറിച്ച് ആ ദളിത് യുവാവ് പറഞ്ഞ് ഒരു അശ്ലീല വാക്ക് പറയണേ, മയിരെന്ന് പറയും. അതൊരു അശ്ലീല വാക്കാണ്. അതും ഉണക്ക മയിര് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അപ്പോൾ ഞാനിനി അങ്ങനെ വിളിക്കൂട്ടോ, ഒച്ചടിക്കൽ അങ്ങനെ വിളിക്കൂട്ടോ എന്ന് പറയും. അങ്ങനെ വിളിക്കൂട്ടോ എന്ന് പറഞ്ഞാൽ വിളിച്ചില്ലേ, അങ്ങനെ വിളിക്കൂന്ന് പറഞ്ഞാൽ അടുത്ത് വിളിച്ചില്ലേ. അതുപോലെയാണ് ഈ അന്യായമായ കാര്യം പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് പിൻവലിച്ചു. അതിന് കാര്യമുള്ള ആ റീൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ ലോകാവസാനം വരെ. അതൊരു സമുദായത്തെ ഇത്ര കണ്ട് ആഴത്തിലും ബുദ്ധിപൂർവ്വം ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായും ഫിലോസഫിക്കലൊക്കെ ആയിട്ട് ഇന്ന് ചിന്തിച്ച് കണ്ടുപിടിച്ച് ഇങ്ങനെ തകർക്കാൻ നോക്കല്ലേ. അത് ശരിയല്ല മിസ്റ്റർ. ഉദാഹരണം എന്ന് പറയുമ്പോൾ നമ്മുടെ സജി ചെറിയാനോടും ചെറിയാൻ്റെ ഗ്രൂപ്പിനോടും ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യ മഹാരാജ്യം 1000 ആണ്ട് മുഗൾ ചക്രവർത്തിക്കാരും മറ്റ് മുസ്ലിം ചക്രവർത്തിക്കാർക്കും ഭരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു പൈസ പോലും ഇന്ത്യ മണ്ണിൽ നിന്ന് അവർ നാട്ടിൽ കൊണ്ടുപോയിട്ടില്ല. ഒരു കരികിൽ ലക്ഷം കൊണ്ട് കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ബ്രിട്ടീഷുകാരുടെ 10-20 വർഷമൊക്കെ എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ഉള്ളത് മുഴുവൻ സമ്പത്ത് കൊണ്ടുപോയില്ല, കൊള്ളയടിച്ചില്ലേ. തന്നെയല്ല, എത്രയോ ഏക്കർ സ്ഥലം ഇവിടുത്തെ ബ്രിട്ടീഷുകാരുടെ സമുദായം എന്നാണ് ക്രിസ്ത്യൻ സമുദായമാണ്. ആ ക്രിസ്ത്യൻ സമുദായം കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ലക്ഷം ഏക്കർ ഭൂമിയുണ്ടെന്നറിയോ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കത്തോലിക്ക സഭയുടെ കയ്യിൽ. ഇത് ഇന്ത്യൻ മുസ്ലിങ്ങളുള്ള
ആ 6-7 ലക്ഷം ഏക്കറിനെ വെച്ച് അതിൻ്റെ 200 ഇരട്ടി സ്ഥലമുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ കത്തോലിക്ക സഭയ്ക്ക് മാത്രം. മറ്റുള്ള വേറെയാണ്. നമുക്കൊരു പരാതിയൊന്നുമില്ല, കൊടുത്തോട്ടെ. അതേ സ്ഥാനത്ത് മുഗളന്മാർ 1000 വർഷം ഭരിച്ചിട്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം കുറേ അധികം പേര് പാകിസ്ഥാനിൽ പോയി. ഇപ്പോൾ അവരുടെ സ്വത്ത് ഇവിടെ കിടന്ന് അന്യാധീനം പോയിട്ട് പോയത് അത് കുറേ ഒക്കഫായിട്ടൊക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ഇവിടെ ഒക്കഫിന് അധികം വന്നത്. അല്ല, ആരും സർക്കാർ വെറുതെ കൊടുത്തല്ല. അങ്ങനെയാണ് സത്യമെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവരും കണ്ടുപിടുത്തം നടത്തിയിട്ടും മുസ്ലിം സമുദായത്തിൽ പൂജ്യത്തിൽ വില കണ്ടുപിടിച്ച അറബികളെക്കുറിച്ചും ലോകത്തെ ആദ്യത്തെ മൊറോക്കോയിലെ അറബിക് യൂണിവേഴ്സിറ്റി, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടങ്ങിയത് ഒരു മുസ്ലിം സ്ത്രീയാണ്. ഇത് ഇവിടെ കുറേ കുബുദ്ധികൾ പറയുന്നത് മണ്ടന്മാരാണ്, പിന്നെ മോശക്കാരാണ്, എന്ത് കണ്ടുപിടിച്ച് അറബികൾ എന്ത് കണ്ടുപിടിച്ച്, അങ്ങനെ ചോദ്യം. അതൊക്കെ അറിവില്ലായ്മയുടെ പര്യായമാണ്. ഞാൻ അതുപോലെ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ ഈ റബ്ബർ പന്ത് എത്ര കണ്ട് ആഞ്ഞടിക്കുന്നോ അത്ര ഉയരത്തിൽ പൊങ്ങുന്ന പോലെ നിങ്ങൾ എത്രയെല്ലാം നശിപ്പിക്കാൻ നോക്കിയാലും ഈ ഒരു സമൂഹം, സമുദായം, മതം ലോകത്ത് നശിക്കാൻ പോകുന്നില്ല. അത് ഉത്തരത്തിൽ വളർന്നുകൊണ്ടേയിരിക്കും, അതിലൊരു സംശയമില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഈ സമുദായത്തിന്, ചില കാര്യങ്ങളിൽ സമുദായത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, മണ്ടത്തം പറ്റിയിട്ടുണ്ട്. അത് 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കി ഫത്വ അല്ലെങ്കിൽ വ്യാഖ്യാനം കൊടുത്തു മുസ്ലിം ഉലമാക്കൾ, ഉമറാക്കൾ, ഭരണാധികാരികളും പുരോഹിതന്മാരും. അത് ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പുകൊണ്ടാണ്. കാരണം അന്യ ദേശക്കാർ നമ്മുടെ രാജ്യം കൈയടക്കിയിരിക്കുന്നതിൽ ആ അഭിമാനം അല്ലെങ്കിൽ വെറുപ്പും കൊണ്ട് അവർ ഭാഷ പോലും നമ്മൾ വെറുക്കുന്നു. പക്ഷെ അത് ന്യായമാണോ? ഭാഷ ഏതും പഠിക്കുന്ന നല്ലതല്ലേ? ഭാഷയും ബ്രിട്ടീഷായിട്ട് എന്ത് ബന്ധം? ഭാഷ ലോക മനുഷ്യർ. ഇപ്പോൾ അറബി ഭാഷ സർവകലാശാല തുടങ്ങാൻ വേണ്ടി ശ്രമിച്ച് തുടങ്ങിയില്ല, അവിടെ സംസ്കൃത സർവകലാശാല തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തുടങ്ങട്ടെ. ഏത് ഭാഷ ആര് പഠിക്കും നല്ലതാണ്, ഒരു സംശയമില്ല. അതുകൊണ്ട് അറബിക്ക് ഭാഷ പഠിക്കുന്നത് നിഷിദ്ധമാണെന്ന് വ്യാഖ്യാനം കൊടുത്ത ശിരോമണികളായ മുസ്ലിങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ മണ്ടന്മാർ തന്നെ പറയണം. മറ്റൊന്ന്, ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ചതിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം രൂപീകരിച്ചപ്പോൾ അന്ന് പലരും പറഞ്ഞ് മുസ്ലിം ലീഗ് വിഭജിച്ചു പോയ പാർട്ടിയാണ്, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞു. അത് കണക്കാക്കാതെ മുസ്ലിം സമുദായത്തിലെ അന്നത്തെ ചില നേതാക്കൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പേരിട്ട് മുന്നോട്ട് പോയി. വർഷം 80 കഴിഞ്ഞു. ഇപ്പോഴും ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതമ്പതിച്ചു. 1 ഇഞ്ച് പോലും അവർക്ക് വളരാൻ പറ്റിയില്ല. മറിച്ച് 1980 തുടങ്ങിയ BJP, ജനസംഘ BJP ഇന്ന് ഇന്ത്യ ഭരിക്കുക മാത്രമല്ല ഇന്ത്യ നയിക്കുകയാണ്. ഭരണം വേറെ, നയിക്കാൻ വേണ്ട. ഇന്ത്യൻ മുസ്ലിം ലീഗ് എന്നുണ്ടാക്കി. അത് മുസ്ലിം ലീഗിൻ്റെ പിന്നെ ബേസ് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണല്ലോ. അതിൽ 3-1 ന്യൂനപക്ഷമുണ്ട്. 3 ഇന്ത്യക്കാർ മാറ്റി വെച്ചാൽ 1 ഇന്ത്യക്കാർ ന്യൂനപക്ഷമാണ്. 5 ഇന്ത്യക്കാർ മാറ്റി ഒരാൾ ഒരു മുസ്ലിമാണ്. അങ്ങനെയൊക്കെ കപ്പാസിറ്റിയുള്ള ഒരു വർഗം, ഒരു സമുദായത്തിൽ നിന്ന് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇന്ന് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതമ്പതിച്ചു എന്നല്ലാതെ എന്തെങ്കിലും വളരാൻ പറ്റുമോ? ഇവിടെ മറ്റു BJPയുടെ ബേസ് എത്രയാണ്? ബ്രാഹ്മിൻസാണ് മെയിനായിട്ട്. ബ്രാഹ്മിൻസ് 2% ഉള്ളൂ. കേരളത്തിൽ നായരെ കിട്ടുകയില്ല. അത് ദേശീയ ലെവലിൽ 0.03 ഉള്ളൂ. 1% 3-1 പോലും ഇല്ല. അത് വിട്ടുകളയാം. ബ്രാഹ്മിൻസ്. ഇനി ക്രിസ്ത്യൻസ് അത് 2% ഉള്ളൂ ഓൾ ഇന്ത്യ ബേസിൽ. പക്ഷെ മുസ്ലിങ്ങൾ മാത്രം 20% ഉണ്ട്. അങ്ങനെ ആ 20% ബേസുള്ള 3-1 ബേസുള്ള ഒരു ന്യൂനപക്ഷ മുസ്ലിം പാർട്ടി ഉണ്ടാക്കിയിട്ട് 80 വർഷമായിട്ടും ഇന്ന് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായി അതമ്പതിച്ചു അല്ലെങ്കിൽ മുരടിച്ചുവെങ്കിൽ അത് കാരണക്കാരാണ് ഈ ദീർഘവീഴ്ചയില്ലാത്ത നേതാക്കളാണ്. അപ്പം ആ നേതാക്കളെല്ലാം നമ്മൾ പൂർവികരായ നേതാക്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മറ്റ് ചില മുസ്ലിം നേതാക്കളെ കുറ്റമുണ്ട്, ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ. ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നതിനർത്ഥം സതീശൻജിയെ കുറിച്ച് പല പോരായ്മ പറയുന്നുണ്ട്. പല ഗുണങ്ങളുണ്ട്, മെറിറ്റ് അതുണ്ടാവും, ഒരു സ്വാഭാവികമല്ലേ. ഒരു നാണയത്തിന് 2 വശം പോലെയാണ്. 2 വശമില്ലാത്ത ഒരു വസ്തു ലോകത്തില്ല. അപ്പോൾ ഗുണമുണ്ടെങ്കിൽ ആൾക്ക് ദോഷം ഉണ്ടാവും, ഓഫ് കോഴ്സ്. അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളി ഇഷ്യൂവിൽ സതീശൻജി ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ പല കാര്യങ്ങളും സതീശൻജി വിമർശിച്ചിട്ടുണ്ട്. അത് വളരാൻ വേണ്ടി അദ്ദേഹം വെറുപ്പുണ്ടാക്കല്ല, ഞാൻ എൻ്റെ നേതാവായിട്ട് അംഗീകരിച്ചു തന്നെ പറയാണ്. അത് നന്നാകാൻ വേണ്ടി മാത്രം. പഠിക്കുന്ന കുട്ടി അധ്യാപനം തല്ലും, അതിനർത്ഥം
കുട്ടിയോട് സ്നേഹമില്ലെന്നല്ല, കൂടുതൽ നന്നാകാൻ വേണ്ടിയാണ്. അവർ സതീശൻ ചില കാര്യം നമ്മൾ വിമർശിച്ചിട്ടുണ്ട്, മുസ്ലിം ചില കാര്യം ഇപ്പോഴും വിമർശിക്കുന്നുണ്ട്. അതെല്ലാം അവരോട് വെറുപ്പുണ്ടായിട്ടില്ല, അവർക്ക് അങ്ങനെ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ സതീശൻ ജിയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിലെ ഇപ്പോഴത്തെ റിട്ടയേർഡ് IG DGP ആയിട്ടുണ്ട്, DGP ആണ്. അവിടെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി BJPയും സംഘപരിവാറും സ്ഥാനാർത്ഥി നിർത്തിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ച് ജയിപ്പിച്ച് അങ്ങനെ UDF തോൽപ്പിക്കുന്നതാണ്. അങ്ങനെ നിങ്ങൾ ശ്രമം നടത്തുമ്പോൾ ഞങ്ങൾ ഇപ്പോഴത്തെ വേറെ ശ്രമം നടത്തും. അത് ആ സാഹചര്യം വന്നാൽ മതില്ല, ഇപ്പം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു നല്ലൊരു അറ്റംപ്റ്റാണ് അദ്ദേഹത്തിൻ്റെ, അത് തെറ്റുമല്ല, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ ആ അദ്ദേഹത്തോട് ഞങ്ങളൊരു കാര്യം പറയണം, സ്നേഹത്തിൻ്റെ ഭാഷയിൽ പിണങ്ങാൻ വേണ്ടില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യണ്ടായിട്ട് ഒരു ഗുണവും രണ്ട് കൂട്ടർക്കും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ മാത്രം സഖ്യം ഉണ്ടായി കുറച്ചാലും ഭരിച്ചു പോയി എന്നല്ലാതെ വേറെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ കോൺഗ്രസ് ഇന്ത്യൻ ഈ മുസ്ലിം ലീഗിന് സഖ്യം മാറണം, ചിന്തിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പിന്നെന്താ ചെയ്യുന്നത്? ആ മുസ്ലിം എന്ന പേര് മാറണം. മുസ്ലിം എന്ന പേര് വെച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ വെള്ളപ്പള്ളിക്ക് ഇത്രയും പ്രകോപനമായിട്ട് പറയുന്നത് ഈ സതീശൊക്കെ പറഞ്ഞത്. അല്ല പിന്നെ നമ്മുടെ മന്ത്രി ചെറിയാനൊക്കെ പറയുന്നത്. അപ്പോൾ സതീശൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ ഭാഷപ്പാടാണ്. അത് കഴിയുമെങ്കിൽ ഈ പാർലമെൻറ്റ് അസംബ്ലി ഇലക്ഷൻ മുമ്പ് തന്നെ ചെയ്താൽ അത്രയും നല്ലത്. എത്ര നിമിഷം മുമ്പ് അത് മാറുന്നുവോ അത്രയും കോൺഗ്രസും പാർട്ടിയിൽ ഗുണമാണ്. എത്ര നീണ്ടു പോകുന്നു അത്രയും പാർട്ടിക്ക് ദീർഘമായി ചിന്തിക്കാൻ കാലാടിസ്ഥാനത്തിൽ കോൺഗ്രസും ലീഗും ക്ഷീണമാണ്. മനസ്സിലായില്ലേ? അത് സതീശൻജിക്ക് പണ്ട് VM സുധീരനൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രം തുറന്നു പറയാൻ അതെന്തോ ശക്തിയില്ല. അപ്പം നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് കുഞ്ഞാക്കനെ കണ്ട് സംസാരിച്ച് ദയവ് ചെയ്ത് മണ്ടന്മാരല്ല, ബുദ്ധിയിലെ അംശം അല്പങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ലീഗിനോട് പറഞ്ഞ് നിങ്ങൾ ആ മുസ്ലിം എന്ന പേര് മാറ്റണം. ബാക്കി ഏത് പേരുണ്ട്? നമ്മൾ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ പേരിട്ട് ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് IUC, അത് കോൺഗ്രസ് U എന്ന് പറയാം. അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും പേര് പേരിടോ. ആ മുസ്ലിം എന്ന പേര് അതിൽ പാർട്ടിയുടെ പേരിൽ നിന്ന് മാറ്റണം. അല്ല മുസ്ലിമിന് കുഴപ്പമില്ല, തെറ്റിദ്ധരിക്കരുത്. മുസ്ലിം സമുദായത്തോട് ഇസ്ലാം മതം വിശ്വസിക്കുന്ന ഒരു കുഴപ്പമില്ല, മറ്റേതൊരു മതത്തോടൊപ്പം തന്നെ ഒരുപടി മുന്നിൽ നിൽക്കുന്നതാണ്, അതല്ല പറയുന്നത്. പക്ഷേ രാഷ്ട്രീയം വരുമ്പോൾ അത് ഭൗതികമാണ്, ആത്മീയമല്ല. ആത്മീയത്തിൽ നിൽക്കുക, ആത്മീയത്തിൽ തങ്ങൾ കൈകാര്യം ചെയ്യട്ടെ. ഭൗതികമെന്ന രാഷ്ട്രീയത്തിൽ കുഞ്ഞാക്ക കൂടുതലൊക്കെ മിടുക്കാണ്, സാമർത്ഥ്യമുള്ളവരാണ്, അത്ര മണ്ടനൊന്നുമല്ല പുള്ളി. പിന്നെ പുള്ളിയെ വളർച്ച കണ്ട് തോൽപ്പിക്കാൻ വേണ്ടി ചില കുബുദ്ധികൾ ശ്രമിച്ചാണ് പുള്ളി ഒതുക്കിയതൊക്കെ. അതൊക്കെ നമുക്കെല്ലാം മനസ്സിലായില്ല. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുന്നേ. അതിന് കോൺഗ്രസ് രഹസ്യമായി സപ്പോർട്ട് ചെയ്യും, ചർച്ച ചെയ്യും. കഴിയുമെങ്കിൽ ഈ അസംബ്ലി ഇലക്ഷൻ മുൻപ് തന്നെ പേരൊന്നും മറ്റേ ഒരൊറ്റ വാക്കിന് പ്രത്യേകമുള്ളൂ. ഇന്ത്യൻ യൂണിയൻ ലീഗിന് പകരം ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ്. അക്ഷരമാരുടെ, കൊടിമാരുടെ, ചിഹ്നന്മാരുടെ, ഏടിമാരുടെ ഒന്നും മാറണ്ട. ഒരു വാക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി. എന്നിട്ട് നിങ്ങൾ കളിച്ചോ, തങ്ങൾ കളിക്ക്. കഴിയുക തങ്ങൾ ആത്മീയത്തിൽ മാറിയിട്ട് കുഞ്ഞാക്ക് കൊടുക്കില്ല, പോട്ടി തങ്ങളായിക്കോട്ടെ. അങ്ങ് ഒരു പേരിലാണ് ഇത്രയും നാണക്കേട് ചെയ്യുന്നത്, ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. കോൺഗ്രസ് പോലും കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മതിച്ച് തുപ്പാനും പറ്റില്ല പറയാൻ പോലെയാണ് മുസ്ലിം ലീഗിനെ കൂട്ടിയിട്ട്. പല കോൺഗ്രസ് ഉള്ളിലുണ്ട്, പുറത്ത് പറയാത്ത വേറെ മാർഗമില്ലാത്ത പേരില്ല. കാരണം കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രവും ഇന്ത്യൻ യൂണിയൻ്റെ പ്രത്യയശാസ്ത്രവും രണ്ടാണ്. ഇന്ത്യൻ യൂണിയൻ പ്രത്യയശാസ്ത്രത്തിൽ അത് മതത്തോടനുബന്ധിച്ചുള്ളതാണ്. അത് കാരണം പിണറായി സഖാവിൻ്റെ മകളെ മുഹമ്മദ് റിയാസ് കല്യാണം കഴിച്ചു എന്തുകൊട്ടെ, അതേക്കുറിച്ച് അതൊക്കെ ഒരു മതാടിസ്ഥാന കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി മതാടിസ്ഥാനം സംസാരിക്കാൻ പാടില്ല. ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതാടിസ്ഥാനം സംസാരിച്ചു, അവിടെ ശരിയ തീമ കൊടുത്തിട്ട്. ഇത്രയും വലിയ മണ്ടത്തരം. അതാണ് പറഞ്ഞത്, നിങ്ങൾ ആ ജാതി പേര് മാറ്റി രാഷ്ട്രീയ തികച്ചും ജാതി കൊണ്ടുവരരുത്, മതം കൊണ്ടുവരരുത്, വിശ്വാസം കൊണ്ടുവരരുത്. അത് പൊളിറ്റിക്സ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്. എന്താ നിങ്ങൾക്കത് മനസ്സിലാക്കാത്തത്? എന്താ സതീശൻ നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാത്തത്? നിങ്ങൾ കുഞ്ഞാക്കൾ വിളിച്ച് പറയാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് അതോ മനസ്സിലായിട്ട് നിങ്ങൾ മിണ്ടായിരിക്കണോ? അപകടമാണത്, വളരെ അപകടമാണ്. ഇനിയിപ്പോൾ ഒരു കാര്യം ഈ വരുന്ന അത്
അപ്പോൾ സതീശൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കണം. അത് കഴിവെങ്കിൽ ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങളുടെ ഗ്രൂപ്പ് സതീശൻജി, ഞങ്ങളുടെ ഗ്രൂപ്പ് നിസ്സാരമല്ല, ഞാൻ നിസ്സാരക്കാരാണ്, പക്ഷെ ഞങ്ങൾ ഗ്രൂപ്പ് ശക്തമാണ്. അവർ പറയുന്നത് ഇന്നത്തെ രീതിയിൽ മുസ്ലിം ലീഗായിട്ട് സഖ്യം ഉണ്ടാക്കാതെ കോൺഗ്രസിൻ്റെ ഒറ്റക്ക് നിന്ന് കോൺഗ്രസ് മുന്നണി മത്സരിച്ചാൽ, UDF മത്സരിച്ചാൽ വലിയ ക്ഷീണമൊന്നും പറ്റില്ല. ഒരുപടി ആൾക്കാർ ഇതിലേക്ക് ഒഴുകും. ഒരുപടി ആൾക്കാർ പുറത്തേക്കുന്നവർ ഈ മുസ്ലിം ലീഗിൻ്റെ സഖ്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസിലേക്ക് ഒഴുകും. പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. അല്പം ക്ഷീണം പറ്റും, എന്നാലും പാർട്ടി ഉത്തരവാദിത്വം വളരും. ഇത് നശിച്ചുകൊണ്ടിരിക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ മറ്റേ സ്ഥലത്ത് പോയില്ലോ, കേരളത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ബേസ് എന്താണ് കോൺഗ്രസ്, എന്താ ബേസ് എന്നിപ്പോൾ ഇത്രയും സൗകര്യമുണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ചാൽ LDFനെ സംബന്ധിച്ച് ഇത്രയും മോശമായൊരു അവസ്ഥ ലോകം ഉണ്ടായ കാലം ഇതിലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും കോൺഗ്രസ് മുന്നണിക്ക് അത്രയൊന്നും വിജയിക്കാൻ പറ്റുന്നില്ല. അതാ മുസ്ലിം ലീഗായിട്ടുള്ള സഖ്യം തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അറിയും, മുസ്ലിം ലീഗിന് കുഴപ്പമില്ല. ആ ജാതി പാർട്ടി പറയുന്നു, മതപ്പാർട്ടി പറയുന്നു, വർഗീയ പാർട്ടി ആരും പറയില്ല. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് RSകാർ പോലും പറയുന്നില്ല, ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷേ ജാതി പാർട്ടിയാണ്, അത് പാടില്ലെന്നാണ് രാഷ്ട്രീയത്തിൽ, അതും പാടില്ല. സതീശന് കോൺഗ്രസ്സുകാർക്ക് ധൈര്യമുണ്ടോ അല്ലെങ്കിൽ ആത്മാർത്ഥമെന്ന് പറയാണ്, നിങ്ങൾക്കൊന്ന് ശ്രമിക്കാൻ പറ്റുമോ ഈ ഇലക്ഷന് മുമ്പ് തന്നെയായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പേര് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് ഇതാക്കാൻ പറഞ്ഞ് അതും തീർത്താൽ ഈസിയായിട്ട് നിങ്ങൾ ജയിക്കും. ഇത്രയും ചോദ്യം കോൺഗ്രസ് വിമർശിക്കാൻ കമ്മ്യൂണിസ്റ്റോ BJP വരില്ല. അതുപോലെ ലീഗിന് വിമർശിക്കാൻ വെള്ളാപ്പള്ളിയും വരില്ല. വെള്ളാപ്പള്ളിയും പിന്നെ ഇപ്പോഴത്തെ സുകുമാരനായുള്ള ബന്ധം പേടിക്കട്ടെ, അതൊന്നും പിന്നെ ചായക്കോപ്പിൽ കൊടുങ്കാറ്റുള്ളൂ, ഒന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, മോഡേൺ ബ്രെഡിനെ കുറിച്ച് പറഞ്ഞാണ്. അവർക്കൊന്നും അങ്ങനെ ആത്മീയമായിട്ടോ അല്ലെങ്കിൽ താത്വികമായിട്ട് ചോദിക്കാൻ പറ്റില്ല. അത്രകൊണ്ട് ആജുഗജാതിൽ വ്യത്യാസമുണ്ട്. ഒന്നാമത് രണ്ടും മണ്ടന്മാരും രണ്ടും കുടുംബാധിപത്യമുള്ളവരും സ്വാർത്ഥ താല്പര്യക്കാരാണ്. 3 സമുദായ നേതാക്കളുണ്ട്, NSS, SNDP, MES. 3 കുടുംബത്തിനു വേണ്ടി മാത്രം നിൽക്കുന്ന അഴിമതി വീരന്മാർ, ക്വാളിറ്റി കൊള്ളക്കാരുമാണ്. തുറന്ന് പറയല്ലോ, കൊള്ളക്കാരുമാണ്. സഭയുടെ കാര്യങ്ങളുണ്ട്, അതേപോലെ സഭയുടെ മൊത്തം സഭ താറിക്കിടക്കാം, ഇത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അറിയാമല്ലോ സഭയെക്കുറിച്ചുള്ള മൊത്തം ആരോപണം. ഇത് കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ പുറത്ത് നടക്കാൻ പോലും അവർക്ക് ഉള്ളതുകൊണ്ട് അവർക്ക് ലജ്ജ തോന്നുന്നുണ്ട്. ആ ഡ്രസ്സൊക്കെ കണ്ട അത്ര കണ്ട് മോശമായിപ്പോയി അവരുടെ പ്രവൃത്തി. ആരും ഒരാളെ ചെയ്തോളൂ, എല്ലാം ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ 3 സംഘടന, സമുദായ സംഘടന, സമുദായത്തെ പേര് പറഞ്ഞ് സർക്കാരിൽ നിന്ന് ആനുകൂല്യം പറ്റി അവർ കോടികൾ ഉണ്ടാക്കണം. ഇപ്പോൾ അധ്യാപക നിയമനത്തിൽ 1500-2000 കോടി രൂപയായിട്ട് വെള്ളാപ്പള്ളി വാങ്ങിച്ചാണ് പറഞ്ഞത്. ഒരാൾക്ക് 1 കോടി വെച്ച് വാങ്ങിച്ചാൽ 2000 പേര് നോമിനേഷൻ അനുവാദം കൊടുത്ത് സർക്കാർ കൊടുക്കാൻ 3 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2000 കോടിയല്ലേ, വെറുതെ കിട്ടുന്ന കാശ്. അത് സമുദായത്തിൽ വല്ല വെച്ചോണ്ടോ? SNDP സമുദായത്തിൽ 7 സമുദായം വെച്ചോണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യാ, SNDP സമുദായത്തിൽ മിണ്ടാൻ പറ്റതിലാക്കി കളഞ്ഞു. അത് ഏതുപോലും ഞാൻ നിങ്ങൾ ഒരു ഉദാഹരണം പറയാം. ഒരു വാർഡ് മെമ്പർ പഞ്ചായത്ത് മത്സരിക്കുന്നത്, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഡിവിഷൻ മത്സരിക്കുകയാണ്. അവന് ആകെ ഒരു 1500-2000 വോട്ട് നേടിക്കുക. 2000 വോട്ട് ഉണ്ടെങ്കിൽ അത് 80% വോട്ട് ചെയ്താൽ 1600 വോട്ട് ചെയ്യും. 1600 വോട്ടിൽ ഒരു 1600 പകുതി 8 800 ഒരു 600 വോട്ട് വെച്ച് 2 ടീമിലേക്ക് പോകും, 2 മുന്നണിക്ക്. ഇപ്പം 3 മുന്നണിയായിട്ട് ബാക്കി അവർ ജയം തോൽപ്പിക്കുന്നത് 100 വോട്ടാണ്. ആ 100 വോട്ടും കാശ് കൊടുത്ത് വാങ്ങിക്കും. എങ്ങനെ കാശ് കൊടുത്ത് വാങ്ങിക്കും? ഈ 5 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു 50 കോടിയൊക്കെ കോർപ്പറേഷനിലേക്ക് 50 കോടി അല്ലെങ്കിൽ 10-30 കോടി രൂപയൊക്കെ ഓരോ കൊല്ലം 2 കോടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 5 കൊല്ലം 10 കോടി, ഒരു 20 കോടിയൊക്കെ അല്ലേ. 20 കോടി 10% കമ്മീഷൻ കിട്ടുന്നുണ്ട്. 20 കോടി 10% എത്രയാണ്? 2 കോടിയല്ലേ. 2 കോടിയിൽ നിന്ന് ഒരു 10, 9,000, 2-3 ലക്ഷം മുടക്കിയാണ് ഈ 100 വോട്ട് വാങ്ങിച്ച് അങ്ങനെ ജയിക്കുന്നത്, കുത്തകയായിട്ട് പോകുന്നത്. അതുപോലെയാണ് ഈ കട്ടുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് കുറേ പണം മുടക്കി അവർ ആധിപത്യം. MES ഗഫൂർ സാഹിബും ഈ വെള്ളാപ്പള്ളി, ഈ നടേശൻ നായരും സുധാകരനും അങ്ങനെ കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചും അഴിമതി ചെയ്ത് കുന്നുകൂട്ടിക്കുക. സമുദായത്തിന് യാതൊരു ഉപയോഗം അതുകൊണ്ടില്ല. ഈ 3 സമുദായത്തിൽ, ക്രിസ്ത്യൻ സമുദായത്തിൽ ഞാൻ പറയുന്നില്ല, അത് മൊത്തത്തിൽ ഇങ്ങനെ അറിയാമല്ലോ, മൊത്തത്തിൽ. എന്നിട്ട് അവരാണ് ഇപ്പോൾ പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്ത്. എന്താ അവിടെ കാര്യമറിയോ? പിണറായി വിജയനെ സംബന്ധിച്ച്, LDFനെ സംബന്ധിച്ച് BJP ധാരണയെത്തി, സംഘപരിവാറുടെ ധാരണയെത്തി അവർ ഒന്നാകാൻ പോവാം. പക്ഷെ അതിന് ഈ ഒന്നാകുമ്പോൾ അണികൾ കൂടി ചേരണ്ടേ? നേതാക്കൾ പോയാൽ പോരാ, അണികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഒരു ഇല്ലാത്ത ശത്രുവിനുണ്ടാക്കണം.
അത് പണ്ട് അമേരിക്ക ഉണ്ടാക്കിയത്. അമേരിക്ക ശത്രുവായത് കമ്മ്യൂണിസ്റ്റ് ഗോർബച്ചോവ് കൊണ്ട് ഈ പോപ്പിന് മുമ്പിൽ കാലുത്തിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് തകർന്നത്. പിന്നെ അവിടെ അമേരിക്കയ്ക്ക് ശത്രുവില്ല, പിന്നെ ശത്രു മുസ്ലിങ്ങളാണ്. അല്ല, ഹിന്ദുക്കൾ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനി മുസ്ലിം രണ്ടു പേർക്ക് ലോകത്തുള്ളൂ. അപ്പോൾ ആ മുസ്ലിം ശത്രു ആക്കി വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി. അതിൽ ഇവിടെ ഒരു ശത്രു വേണം, ഒരു അപ്രഖ്യാപിത ശത്രു. ആ അപ്രഖ്യാപിത ശത്രുവാണ് മുസ്ലിങ്ങളാണ്. അതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി കൊണ്ട് പിണറായിയുടെ ഗ്രൂപ്പും പറയുന്നത്. അത് AK ചാനൽ റിസർച്ച് വിങ്ങിൻ്റെ കണ്ടുകൊടുത്താൽ അത് വഴിവരിട്ട് കൊടുത്ത് ഞങ്ങളാണ് പറയാൻ പറ്റും. കാരണം മുസ്ലിങ്ങൾ ഇന്ന കാര്യത്തിൽ കൊണ്ട് വോട്ട് ചെയ്യില്ല, LDF മാറിപ്പോവും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരത് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതാണ് സംഗതി. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ കളിയൊന്നും പേടിക്കേണ്ട. പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ കൈകൾക്ക് നമുക്ക് ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിച്ചു കൊടുക്കാം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് LDF അടക്കം കാണിക്കും, മറ്റ് പാർട്ടികൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ശക്തമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഉൾപ്പെടെ അവിടെ വന്ന് അദ്ദേഹത്തെ ജയിപ്പിക്കാനുള്ള. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താണ്. അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാം. നമ്മുടെ ആ പയ്യനെ കൊന്ന ആ പെണ്ണിനെ പോലീസ് പിടിച്ചിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അധികം കളി കളിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നു. നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നുണ്ട്.